വെൽക്കം എവരി വൺ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഈ ചട്നി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ വലിയ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, ഒരു സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ അരിഞ്ഞ് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലവണ്ണം വഴറ്റിയ ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം വഴറ്റുകയാണ്. ഇപ്പം ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, ആവശ്യത്തിന് ഉപ്പ് ഇടാം. ഇനി ശരിക്കും നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മൾ എത്ര വഴറ്റുന്നു അതിൻ്റെ അനുസരിച്ചിരിക്കും നമ്മുടെ ടേസ്റ്റ്. രുചി വേണമെങ്കിൽ നല്ലവണ്ണം വഴറ്റണം. തക്കാളിക്കൊക്കെ നല്ലവണ്ണം വഴഞ്ഞ് കിട്ടണം. ഇതിനകത്ത് ഞാൻ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. തേങ്ങയ്ക്ക് പകരമാണ് ഈ കപ്പലണ്ടി ഉപയോഗിച്ചേക്കുന്നത്. തേങ്ങായും ഉപയോഗിക്കാം, നമുക്ക് രണ്ടും ഉപയോഗിക്കാം. തേങ്ങായും ഉപയോഗിക്കാം, നമുക്ക് കപ്പലണ്ടി ഉപയോഗിക്കാം, രണ്ടും കൂടി ഉപയോഗിക്കാം. ഇപ്പം ഞാൻ തേങ്ങ എടുത്തിട്ടില്ല. ഇത് നല്ലവണ്ണം വഴറ്റിയ ശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇഡ്ഡലിക്കും ദോശയ്ക്കും നല്ലവണ്ണം ഉപയോഗിക്കാം. ഇപ്പം ഞാനൊരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരയ്ക്കാൻ വെക്കുകയാണ്. ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂണ് എണ്ണ ഒഴിക്കുക. ഇനി അല്പം ഉള്ളി അരിഞ്ഞതും 1 വറ്റൽമുളകും നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കടുകിടാം. ഇത് ചൂടായതിന് ശേഷം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പിലയും 1 വറ്റൽമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് കടു വറുത്തിട്ട് ഞാൻ ഇതിനകത്ത് ഈ പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. ഈ പേസ്റ്റ് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കടു വറുത്തിടാം. ഞാനിപ്പം കടു വറുത്തിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിൽ ആഡ് ചെയ്യാൻ പോവാം. നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ചട്നിയും ഉണ്ടാക്കാം. നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എളുപ്പമാണ്. ഇനി ഒരു ശകലം മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് കൂടെ ആഡ് ചെയ്താൽ ഇനി നമുക്ക് ശകലം വെള്ളം ആഡ് ചെയ്യാം. ഒരുപാട് വെള്ളമാകല്ലോ, ഒരുപാട് ലൂസാക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നല്ല കുറുകിയ നല്ല ടേസ്റ്റിയായ ചട്നിയാണ്. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഈസി മെത്തേഡ്. ഒരുപാട് ചൂടാക്കണ്ട, തിളപ്പിക്കണ്ട. ഒന്ന് നല്ലവണ്ണം ചൂടായാൽ മാത്രം മതി. ഇപ്പം ചട്നി റെഡി ആയിട്ടുണ്ട്. ഗുഡ് ബൈ.